ടി ജി പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഒരു 4-5 അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അതൊരു പ്രസംഗത്തിലാണ് പറഞ്ഞത്, അങ്ങനെ സ്വർണം വാങ്ങുന്നത് നിങ്ങൾ കുറയ്ക്കണം, പരമാവധി ചിലവുകൾ കുറയ്ക്കണം, യാത്രകൾ പറ്റുമെങ്കിൽ വർക്ക് ഫ്രം ഹോം നോക്കണം, അതുപോലെ വിദേശ യാത്രകൾ പറ്റുന്നെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. ഇങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കരുതലിന് വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങനെയൊരു നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യങ്ങൾ പറയുമ്പോൾ അതൊരു എന്തോ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയല്ലേ? സൂചനയാണ്. അത് ഇത്രയും താമസിച്ച് എന്താണെന്ന് മാത്രമേ എനിക്ക് നോട്ടുള്ളൂ. ഈ പൊതുവേ നമ്മളിപ്പോൾ ഭാരതീയരുണ്ടല്ലോ, സുഖിമാന്മാരായിട്ട് മാറി 2014 ശേഷം. എവറിത്തിങ് ഈസ് എപ്ലെൻറ്റി. എല്ലാ സാധനവും ആവശ്യത്തിന് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ആൾക്കാരുടെ പോക്കറ്റിൽ പണമുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്നത് അവിടെ ചില പോക്കറ്റുകളിലായിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സാണ് കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു സെലിബ്രേറ്റഡ് ലൈഫ് സ്റ്റൈലായിട്ട് മാറി. കേരളത്തിലിപ്പോൾ കാറില്ലാത്തവരുടെ എണ്ണം വളരെ കുറവാണ്. സൈക്കിള് ആർക്കുമില്ല, ബൈക്കാണ് സ്റ്റാൻഡേർഡ്. അതല്ലെങ്കിൽ കാൽനട. അത് ഗ്രാമപ്രദേശത്ത് ആരെങ്കിലും ബൈക്കോ സൈക്കിളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ളവർക്ക് വെഹിക്കിളില്ലായിരിക്കും. അതർവൈസ് എല്ലാവരും വെഹിക്കിളുള്ളവരാണ്. ഇത് ഇങ്ങനെ ജീവിച്ച് ഇപ്പോൾ 12 വർഷമായി ഇതങ്ങ് സുഖിച്ചു. പുതിയ തലമുറയ്ക്ക് മോദിക്ക് മുമ്പും ഉണ്ടായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കാലത്തും ഈ പറഞ്ഞ വലിയ കഷ്ടതകൾ സാമ്പത്തിക രംഗത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പറഞ്ഞ മാതിരി കഷ്ടതയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും മൊബൈൽ ഫോണിൽ കളിച്ചിങ്ങനെ സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ ഇപ്പോൾ ചിലവ് ചുരുക്കണം എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ മക്രോണി എന്ന് പറഞ്ഞ സാധനം തിന്നിട്ടുണ്ട്, അരിയില്ലാഞ്ഞിട്ട്. മക്രോണി എന്ന് പറഞ്ഞ് കഥാപ്രസംഗം വരെ ഉണ്ടായി EMS സർക്കാരിന് വിമോചന സമരത്തിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ മക്രോണി എന്ന് പറഞ്ഞാൽ ഒരു തരം ധാന്യം പോലത്തെ സാധനമാണ്. അത് നമുക്ക് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. അതാണ് മക്രോണി. അന്ന് അരിയില്ല, എന്ത് ചെയ്യും? അങ്ങനെയാണ് അരി എവിടെ, തുണി എവിടെ, പറയൂ സർക്കാരെ. കേരളത്തിലെ ആദ്യത്തെ കത്തുന്ന മുദ്രാവാക്യം അതായിരുന്നു. അരിയില്ല, തുണിയില്ല. ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ബർമ്മയിൽ നിന്ന് വേണം അരി വരാൻ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമേരിക്കയുടെ PL 480 സ്കീമിൽ ഗോതമ്പും പാൽപ്പൊടിയും പിന്നെ റവയും അവരെ അയച്ചിട്ട് ആ റവ കൊണ്ടാണ് സ്കൂളുകളിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്തതും പിള്ളേർക്ക് പാൽ കൊടുത്തതും. ഇത് കഴിഞ്ഞിട്ട് സിമൻറ്റിന് പെർമിറ്റ് വേണമായിരുന്നു. ജില്ലാ കളക്ടറെ സപ്ലൈ ഓഫീസറുടെ പെർമിറ്റ് വേണം. ആ പെർമിറ്റും വാങ്ങിച്ചുകൊണ്ട് പോയാൽ സിമൻറ്റ് കടയിൽ നിന്ന് നമുക്ക് സിമൻറ്റ് തരുള്ളൂ. പഞ്ചസാരയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, മണ്ണെണ്ണയ്ക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു, ഇതിനൊക്കെ റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. ഇപ്പോൾ എല്ലാവർക്കും റേഷൻ കാർഡ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയുടെ ഒരു ഭാഗമായിട്ട് എടുത്തു വയ്ക്കും എന്നുള്ളതല്ലാതെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്ന എത്ര പേരുണ്ട്? അത് വാങ്ങിയാൽ തന്നെ കോഴിക്കിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കോഴിക്കും പന്നിക്കും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കുക. അത്രയ്ക്ക് അബൻഡൻസായി. അപ്പോൾ അതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് അസ്വസ്ഥത വരുന്നു.